ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളവിടെ നിർത്തിയത് വളഞ്ഞിങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ ഈ വീഡിയോയിലും എനിക്ക് തോന്നുന്നില്ല വൺ ഡേ ട്രിപ്പ് ഫുള്ളാക്കാൻ പറ്റുമെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് വളഞ്ഞിങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ചായയും കടിയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഈ ഹൈ റേഞ്ച് സൈഡ് നമ്മൾ വന്നു. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലാം നല്ല രസമാണ് കേട്ടോ. നമ്മൾ വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ചായയും ബോളിയും ഒക്കെ കഴിച്ച് നമ്മളിങ്ങനെ പോരുവാണ്. അപ്പോൾ പിള്ളേർക്ക് ബബിൾസിൻ്റെ ഓരോ ബോട്ടിലൊക്കെ മേടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പം കുരങ്ങനെ കാണണമെന്ന് പറഞ്ഞ് ഡാനി ബഹളം വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവന്മാരെ കണ്ടുമുട്ടി. അപ്പോൾ അവരെ കണ്ടിട്ട് അവരിറങ്ങി ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോളി ഞാൻ കൊടുത്തു ഫ്രണ്ട്സ്. അങ്ങനെ അവൻ ബോളി വാങ്ങി തിന്നുകൊണ്ടിരിക്കുന്നവനുണ്ടല്ലോ, അവന് മറ്റവന് കൊടുക്കുകയില്ല. ഇപ്പം അമ്മ ഒരു ചെറിയൊരു പീസ് കൂടെ എറിഞ്ഞു കൊടുത്തായിരുന്നേ, അത് ഇവൻ തട്ടിപ്പറിച്ച് തിന്ന്. അതായത് അവൻ മാത്രമേ അവിടെ തിന്നിട്ടുള്ളൂ, വേറെ ഒന്നിനും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും അവനത് കഴിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് അടുത്ത് കയറുന്നത് നമ്മൾ പട്ടുമലപ്പള്ളിയാണ് നമ്മുടെ മെയിൻ. എന്നാലും നമ്മൾ വരുന്ന വഴിക്ക് തന്നെ പൈൻമരക്കാടുണ്ട്. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. പൈൻമരക്കാടാണോ തോട്ടമാണോ എന്നൊരു സംശയം. എല്ലാം പറയാമല്ലോ. അപ്പോൾ എന്തായാലും പൈൻമരം ഉണ്ട് അവിടെ. നമ്മളെന്തായാലും പൈൻമരത്തിൻ്റെ ആ ഒരു കാട്ടിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചത് ആ ബെഞ്ച് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ തടി വെച്ച് ബെഞ്ച് പോലെ ഉണ്ടാക്കി, അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോരാമെന്നാണ് ഓർത്തത്. പക്ഷേങ്കിൽ പിന്നെ മേലോട്ട് നോക്കിയപ്പോൾ കുറച്ചുകൂടെ കയറ്റമുള്ളൂ, പിന്നെ അങ്ങോട്ട് നിരപ്പാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ടും കൂടെ കയറിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടും കൂടെ കയറുന്നുണ്ട്. അപ്പോൾ ഡാനി ഇപ്പോൾ ഓക്കെയാണ്, ഡാനി വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവൻ ആ ബബിൾസിൻ്റെ കുപ്പി എടുത്തുകൊണ്ട് വരാത്തതിൽ വിഷമമുണ്ട്. ഡാനി എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു, എബി മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഡാനി എന്നോട് കാറിൽ വെച്ച് പറഞ്ഞത്, ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, ദുതിയമ്മേ നമുക്ക് ബബിൾസിൻ്റെ കുപ്പി എടുത്തുകൊണ്ട് പോകണ്ട, കാറിൽ വെച്ചിട്ട് പോകാം. അതായത് ഇവനെ കുരങ്ങനെ കണ്ടായിരുന്നല്ലോ. അപ്പം ഇവിടെ മേളിലോട്ട് കയറി വരുമ്പം കാടായതുകൊണ്ട് കാട്ടിൽ നിന്ന് കുരങ്ങൻ വന്ന് അവൻ്റെ കുപ്പി തട്ടിപ്പറിച്ചുകൊണ്ട് പോകും, അതുകൊണ്ട് അങ്ങനെ കാറിൽ വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനും ഓക്കെ പറഞ്ഞ് അവൻ അത് അവിടെ വെച്ചിട്ടിങ്ങി പോന്നു. മേളിൽ വന്നു കഴിഞ്ഞപ്പം എബിക്ക് മാത്രമേ ഉള്ളൂ കയ്യിൽ സംഭവം. അതാണ് അത്രയും വലിയ സീനാക്കി അവന്. എന്നാലും കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. പിന്നെ ഞങ്ങളിനി പട്ടുമല പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. സൈഡൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും തന്നെ വന്നു പോയിട്ടുള്ള ഒരു സൈഡാണ് ഈ ഒരു പട്ടുമല പള്ളി, ഈ ഒരു ഹൈ റേഞ്ച് സൈഡൊക്കെ എല്ലായിടത്തും, ഈ പൈൻമരക്കാട്ടിലും പിന്നെ ഈ വാഗമൺ സൈഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒത്തിരി വിശദമായിട്ട് പറയണ്ടായിരിക്കുമല്ലോ, അത്ര ഭംഗിയാണ് കാണാൻ. എന്നുവെച്ചാൽ നേച്ചറിനെ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പട്ടുമല പള്ളിയിൽ വന്ന് പിള്ളേർ കിളികളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ ഈ സൈഡിലൊരു മെയിൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ഏലക്കാത്തോട്ടം, പിന്നെ തേയിലത്തോട്ടം, ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പള്ളിയിൽ വന്നു. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഫുൾ ഇതിനകത്ത് പറ്റത്തില്ല, അതുകൊണ്ട് ഓക്കെ, ബൈ.